മുടി നല്ല തിക്കോടുകൂടി നീളത്തിൽ വളരാനായിട്ടും അതേപോലെ മുടിയിലെ താരന് സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റിയിട്ട് മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ടും ഹെൽത്തി ആയിട്ട് കിടക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ മാറ്റാനായിട്ടും അതേപോലെ സ്കാൽപ്പിലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ഹെയർ ടോണറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ചിലർക്കൊക്കെ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് പനി പിടിക്കുക, അതേപോലെ ജലദോഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ഹെയർ ടോണർ നമ്മൾ മോർണിംഗ് ഹെയർ കെയറിനോടൊപ്പം നൈറ്റ് ഹെയർ കെയറിനോടൊപ്പം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ടോണറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുത്ത ഇഞ്ചിയാണ്. ഇനി ഞാൻ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വരാം. ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് വേണ്ടത് ഗ്രാമ്പുവാണ്. അപ്പം ഞാൻ 2 ഗ്രാമ്പുവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇടുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റോസ്മേരി ലീവ്സ് ആണ്. ഈ ഒരു റോസ്മേരി ലീവ്സ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. 1 സ്പൂൺ റോസ്മേരി ലീവ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ റോസ്മേരി നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് വളരാനായിട്ട്, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആ ഒരു 1.5 കപ്പ് എന്നുള്ളത് 1 കപ്പ് ആവുകയോളം നന്നായിട്ട് ഈ ഒരു വെള്ളത്തിനെ വറ്റിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് തിളച്ച് വറ്റിക്കിട്ടിട്ട്, അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ എമൗണ്ട് നന്നായിട്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് വറ്റുന്നിടം വരെ തന്നെ നല്ല തിളപ്പിക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഒരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഒരു രീതിയിലേക്ക് അത് മാറി കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു കളറിലല്ലേ കിട്ടുന്നത്. അത് മൂടി വെച്ച് അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്നും കൂടെ ചേഞ്ച് ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇത് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് തുറക്കുമ്പോഴത്തേക്കും നോക്കും, ഇതിൽ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഇത് മൂടി വെക്കണ സമയത്ത് ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിന് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ അരിപ്പ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും അതേപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടും അതേപോലെ ഇത് 2 നേരവും 3 നേരവും ഒക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു പ്രശ്നവും വരത്തില്ല. പെട്ടെന്ന് പനിയൊക്കെ വരുന്നവർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് റിസൾട്ടും കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ടോണറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൈ വെച്ചിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് തണുത്ത് ആറിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ ചെറിയ ചെറിയ വകകൾ എടുത്തിട്ട് നന്നായിട്ട് ലൈൻസ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. മുടി കൊഴിച്ചിലൊക്കെ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.